നമസ്തേ. വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീരുദ്രത്തിലെ 13ാമത്തെ മന്ത്രമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രജാപതി ഋഷി ഋജിതാർഷ്യ അനുഷ്ടുപ് ഛന്ദ രുദ്ര ദേവത ഗാന്ധാര സ്വര. പ്രജാപതി ഋഷി ഋജിതാർഷ്യ അനുഷ്ടുപ് ഛന്ദ രുദ്ര ദേവത ഗാന്ധാര സ്വര. ഓം അവതത്യ ധനുഷ്ട്വം സഹസ്രാക്ഷശതേഷുധേ നിശീര്യശല്യാനാം മുഖാ ശിവോ ന സുമനാ ഭവ. ഓം അവതത്യ ധനുഷ്ട്വം സഹസ്രാക്ഷശതേഷുധേ നിശീര്യശല്യാനാം മുഖാ ശിവോ ന സുമനാ ഭവ. ഓം അവതത്യ ധനുഷ്ട്വം സഹസ്രാക്ഷശതേഷുധേ നിശീര്യശല്യാനാം മുഖാ ശിവോ നഃ സുമനാ ഭവ. എന്താ അർത്ഥം നോക്കാം. അല്ലയോ സഹസ്രാക്ഷ. സഹസ്രാക്ഷ എന്നുള്ളതിന് അർത്ഥം പറഞ്ഞല്ലോ, അസംഖ്യം കണ്ണുകളോടുകൂടിയവനും. ശതേഷുധേ അതിൻ്റെ അർത്ഥം തന്നെ അനേകം ധാരാളം അസ്ത്രങ്ങളെ ധരിച്ചിരിക്കുന്നവനുമായ രുദ്ര. അല്ലയോ സഹസ്രാക്ഷ, അസംഖ്യം കണ്ണുകളോടുകൂടിയവനെ. ശതേഷുധേ അനേകായിരം അസ്ത്രങ്ങളെ ധരിച്ചിരിക്കുന്നവനായിട്ടുള്ള ഹേ രുദ്രഭഗവാനെ. ത്വം അവിടുന്ന് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ധനുഹു അവതത്യ ധനുസ്സിൽ ഞാൻ വലിച്ചുകെട്ടി. ധനുഹു അവതത്യ ധനുസ്സിൽ ഞാൻ വലിച്ചുകെട്ടി. ശല്യാനാം ബാണങ്ങളുടെ മുഖ അഗ്രഭാഗങ്ങളെ നിശീര്യ മൂർച്ചയുള്ളതാക്കിയിട്ട് അഥവാ അതുപയോഗിച്ച് ശത്രുക്കളെ നശിപ്പിക്കുക. നിശീര്യ മൂർച്ചയുള്ളതാക്കിയിട്ട്. ഈ നിശിതി എന്ന് പറഞ്ഞാൽ തനൂകരണം കൂർത്തതാക്കുക അഥവാ ശീര്യതയെ നശിപ്പിക്കുക. ഇങ്ങനെ രണ്ടർത്ഥമാവുക. നിശിതി എന്ന് പറയുമ്പോൾ തനൂകരണം കൂർത്തതാക്കുക അഥവാ ശീര്യതയെ നശിപ്പിക്കുക. അപ്പോൾ മൂർച്ചയുള്ളതാക്കിയിട്ട് ആ ഭഗവാന്റെ ന്യായ വ്യവസ്ഥയാകുന്ന ആ ബാണങ്ങളെ, അതിൻ്റെ അഗ്രഭാഗങ്ങളെ, ആ ബാണങ്ങളുടെ അഗ്രഭാഗങ്ങളെ നിശീര്യ മൂർച്ചയുള്ളതാക്കിയിട്ട് അഥവാ അതുപയോഗിച്ച് ശത്രുക്കളെ നശിപ്പിക്കണം. മനസ്സിലായോ? ഞങ്ങൾക്ക് ശിവസ്വരൂപനായി ശിവസ്വരൂപനായി അഥവാ മംഗളസ്വരൂപനായി സുമനാഭവ പ്രസന്നചിത്തനായി ഭവിച്ചാലും. സുമനാഭവ പ്രസന്നചിത്തനായി ഭവിച്ചാലും. അതിനർത്ഥം രുദ്രസ്വരൂപനായ പരമേശ്വരൻ സർവവ്യാപിയാണ്. അതുകൊണ്ട് യാതൊരു കാര്യവും കാലതാമസം വിനാ, അല്ലെങ്കിൽ കാലതാമസം ഒട്ടുമില്ലാതെ തന്നെ ഭഗവാൻ എല്ലാം അറിയുന്നുണ്ട്, രുദ്രനെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാറ്റിനെയും കാണുന്നവൻ എന്ന അർത്ഥത്തിലാണ്, മനസ്സിലാക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് നമ്മൾ സഹസ്രാക്ഷൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ആരെയൊക്കെ അവൻ കാണുന്നുവോ അത്രയും തന്നെ ആവശ്യമില്ലെങ്കിൽ പോലും അവരിൽ ദുഷ്ടർ എത്രയുമുണ്ടോ അത്രയും ബാണങ്ങളും അവൻ സജ്ജമാക്കി വയ്ക്കുന്നുണ്ട്. മൂർച്ച കൂട്ടിവെക്കുന്നു എന്നാണ് ആലങ്കാരിക പ്രയോഗം. യഥാസമയം അവയെ ലക്ഷ്യസ്ഥാനങ്ങളിൽ വർഷിക്കുന്നു. ഇങ്ങനെ ദുഷ്ടർക്ക് മുൻപിൽ ഘോരഭാവത്തെ പ്രകടിപ്പിക്കുന്ന അതേ രുദ്രൻ സന്മാർഗികളായ ഞങ്ങൾ ഉപാസകർക്കായിട്ട് മുന്നിൽ ശിവനായിട്ട്, ഞങ്ങൾ ഉപാസകർക്ക് മുമ്പിൽ ശിവനായിട്ട് അഘോരഭാവത്തോടു കൂടിയ മംഗളസ്വരൂപനായി സുമനസ്കനായി അഥവാ പ്രസന്നചിത്തനായി ഭവിച്ചാലും എന്നാണ് ഈ മന്ത്രത്തിലെ പ്രാർത്ഥന. ഒരേ രുദ്രൻ്റെ തന്നെ പരസ്പര വിരുദ്ധമെന്ന് തോന്നിപ്പിക്കുന്ന ഭാവങ്ങളെയാണ് ഈ മന്ത്രത്തിൽ നമ്മൾ കാണുന്നത്. ഞാൻ ഒരിക്കൽ കൂടി ഈ മന്ത്രം ചൊല്ലാം, അതിൻ്റെ അർത്ഥവും പറയാം. ഓം അവതത്യ
അവതത്യ ധനുഷ്ട്വം സഹസ്രാക്ഷ ശതേഷുധേ നിശീര്യശല്യാനാം മുഖാ ശിവോന സുമനാഭവ. അല്ലയോ സഹസ്രാക്ഷ, അസംഖ്യം കണ്ണുകളോടുകൂടിയവനും ശതേഷുധേ അനേകമനേക അസ്ത്രങ്ങളെ ധരിച്ചിരിക്കുന്നവരുമായ രുദ്ര, ത്വം അവിടുന്ന് ധനുഹു അവതത്യ ധനുസ്സിൽ ഞാൻ വലിച്ചു കെട്ടി ശല്യാനാം ബാണങ്ങളുടെ മുഖ ആഗ്രഭാഗങ്ങളെ നിശീര്യ മൂർച്ചയുള്ളതാക്കിയിട്ട് അഥവാ അതുപയോഗിച്ച് ശത്രുക്കളെ നശിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് ശിവസ്വരൂപനായി അഥവാ മംഗളസ്വരൂപനായി സുമനാഭവ പ്രസന്നചിത്തനായിട്ട് ഭവിച്ചാലും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം സന്മാർഗികൾക്ക് ഉപാസകർക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയ നമസ്കാരം.